ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണോ അതായിരിക്കും എനിക്ക് ഏറ്റവും ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അഭിനയം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്, ആഴത്തിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ ഒരിക്കലും വെറുതെ കയ്യിൽ നിന്ന് പറഞ്ഞായിരിക്കില്ല. സംഗീതം എന്നുള്ള കാര്യം 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റും. എന്തായിരുന്നു അങ്ങനെ ഇവന് തോന്നാനുള്ള കാരണമായിട്ട് തോന്നിയത്? എങ്ങനെ തോന്നാൻ? അവൻ അങ്ങനെ തോന്നാൻ? അതായത് അവന്റെ ഉള്ളിൽ അങ്ങനെ തോന്നാനുള്ള കാരണം നീ പറ. അവൻ പറഞ്ഞ പോരാ. ഞാൻ ഒരിക്കലും ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്തതുകൊണ്ട് ഒരിക്കലും ഇവന്റെ പെർഫോമൻസ് നന്നായി എന്ന് ഞാൻ പറയില്ല. ഞാൻ ഇവനെ കൂടുതലും കണ്ടിട്ടുള്ളത്, കൂടുതലും നല്ല ചെയ്തിട്ടുള്ളതും എല്ലാം കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള, പ്ലസൻ്റ് ആയിട്ടുള്ള, ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സംഗീതിനെ ഞാൻ ഋഷി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഇവനെങ്ങനെ പെർഫോം ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ടുള്ളത് ഇവനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ഞങ്ങൾക്കാണ്. ഇവൻ ചെയ്യുന്നതിനോട് തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ തിരിച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഭയങ്കര നന്നാക്കി ചെയ്തേക്കാം അപ്പോൾ ഇവന് പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഒരിക്കലും ഇല്ല. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ, അതാണല്ലോ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യപ്പോഴും. അപ്പോൾ ഇവൻ തന്നതിനാണ് ഞാനും തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും എൻ്റെ മിടുക്കല്ല. ഇവൻ ചെയ്തതിനോട് ഞാൻ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനോട് ഇവൻ റിയാക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ.